എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പട്ടണത്തിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ കാനകൾ കാണാൻ സാധിക്കും. ഇറിഗേഷൻ തോടുകളാണിത്. ഇത് ആരാണിത് രൂപകൽപ്പന ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ആദരണീയനായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടുത്തെ ഈ വരൾച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുകര വലതുകര കനാൽ വെള്ളം പോകുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയത്. അത് ഈ ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ ഈ വരൾച്ച അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാതാവുന്നതിന് കാരണമായി. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ കാനകളുടെ സ്ഥിതി കണ്ടിട്ടുണ്ടോ? അഴുക്ക് ചാലുകളായിട്ട് മാറിയിരിക്കുകയാണ്. പലതും പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന അഴുക്ക് തള്ളുന്നതിന് വേണ്ടി സേഫ്റ്റി ടാങ്കിലെ മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ചില സ്ഥലങ്ങളിൽ കാന തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. ഈ കാന രൂപപ്പെടുത്തിയപ്പോൾ അതിനൊരു വീതിയും അതിനൊരു നീളവും അതിന്റെ രൂപകൽപ്പനയും അത് ഇത്ര ദൂരം വരെ പോകണം, ഇതിൽ കൂടെ പോകണം എന്നൊക്കെ കൃത്യമായിട്ട് സ്കെച്ച് മാപ്പൊക്കെ ഉള്ളതാ. അല്ലാണ്ട് വെറുതെ തുമ്പോണ്ട് കുത്തി ഉണ്ടാക്കിയ സംഭവമല്ല. ചില സ്ഥലങ്ങളിൽ ഈ കാന കാണാനില്ല. എന്തെന്നാ പറയാ, കാന ചില സ്ഥലങ്ങളിൽ വെച്ച് പരിപാടി സ്റ്റോപ്പ് ചെയ്ത് വേറെ രീതിക്കോടൊക്കെ വിട്ടേക്കണം. ആരോട് ചോദിച്ചു ആവോ? ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ യുവരാജ പ്രവർത്തകനായിട്ടുള്ള ബാബു ജോസഫ് പുത്തനങ്ങാടി ഇത് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നു. എവിടെ, ആര്, എങ്ങനെ, എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ പിറകിൽ, അതായത് നമ്മുടെ രചന ബാർ കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ഒരു വഴി പോകണം, റൈറ്റിലേക്ക്. ആ വഴി കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കനാലിന്റെ സൈഡിൽ കൂടെ, ആ കനാൽ തൊട്ട് നോക്കാം, ഒരു സൈഡിൽ കൂടെ ആ വഴി പോകുന്നുണ്ട്. ആ വഴി പോയി ചെന്ന് നിൽക്കണ ഭാഗം, ആ ഭാഗത്ത് കിഴക്ക് നിന്നൊരു കനാൽ വരുന്നുണ്ട്. പക്ഷെ ആ കനാലിന് പിന്നെ പടിഞ്ഞാട്ട് ഫ്ലോ ഇല്ല. സാധനം അവിടെ വെച്ചിട്ട് അപ്രത്യക്ഷമായി. ആ KSRTCയുടെ മതിലൊക്കെ നിൽക്കുന്നുണ്ട് പിറകിൽ. ഒരു ഇപ്പൊ വീഴുന്നു പറഞ്ഞിട്ട് എന്നെ താങ്ങിക്കോന്ന് പറഞ്ഞൊരു മതിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ പിറകിലാണ് ഈ കാന ശരിക്കും പോകുന്നത്. പക്ഷെ ആ കാനൊക്കെ നികത്തി അവിടെ റോഡും സംഗതിയൊക്കെ ആക്കി. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് സംഭവം നമ്മൾ മനസ്സിലാക്കില്ല. റോഡ് വരുമ്പോൾ അത് വികസനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വേറെ ചില ലോബികൾക്കും അവിടെ സന്തോഷഭരിതരാവാനായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാവാൻ വേണ്ടിയിട്ട് ഇത്തരം റോഡുകളൊക്കെ രൂപീകരിക്കപ്പെടും. അങ്ങനെ നീ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? പരാതി കൊടുത്തു, ജോയിന്റ് ഇൻസ്പെക്ഷൻ വന്നു. KSRTC, ഇറിഗേഷൻ, PWD, ഹെൽത്ത് വന്നത് ഈ അഴുക്കുചാലാണ്. അഴുക്കുചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്നൊക്കെ തള്ളുന്ന മാലിന്യങ്ങൾ ഒഴുക്കാനായിട്ടുള്ളൊരു ഇടമായിട്ട് ഈ കാന മാറിയിരിക്കുകയാണ്. നിങ്ങൾ ആ പറയുക സ്ഥലം നമുക്ക് മണടിച്ചിട്ട് അങ്ങോട്ട് ആ ഭാഗത്തോടെ പോകാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഹെൽത്ത് വന്നു, KSRTC ഉദ്യോഗസ്ഥർ വന്നു, അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ആൾക്കാർ വന്നു. അവർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് വന്നിട്ടാണ് ഇത് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അവർ മറ്റു നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ബാബു ജോസഫ് പുത്തനങ്ങാടി എന്ന് പറയുന്ന ആളെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് സംഭവം ആരെങ്കിലൊക്കെ ഇതിന്റെ പിന്നാലെ നിൽക്കണമല്ലോ. അപ്പൊ കാന വരെ അപ്രത്യക്ഷമാകുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കാന ചിലപ്പോൾ ഇന്ന് കാണുന്ന റോഡ് ചിലപ്പോൾ നാളെ ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങൾ ചാലക്കുടിയിലുണ്ട്. ഈ കാന മോഷ്ടാക്കളെയും അതുപോലെ കാന അപഹരിച്ചവരെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ. ആരാണ്, ഏത് പ്രസ്ഥാനമാണ്, ഏത് വ്യക്തികളാണ് ഇത് ഈ കാന അപഹരിച്ചത്, അതെവിടെയെങ്കിലും ഇനി സ്ഥലം കയറി കിടക്കണ്ടോ? തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട സംഭവമാണ്. അതുപോലെ ഈ എല്ലാം തള്ളാനുള്ളതല്ല നമ്മുടെ കാനകൾ. ഇപ്പോൾ ഈ നമ്മുടെ ഹൗസിംഗ് കോളനിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൂക്കടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹോട്ടൽ ഇപ്പോൾ അവിടെ നഗരസഭാ അധികൃതർ വന്ന് അടച്ചു പൂട്ടിയിരുന്നു. ഇപ്പോൾ തുറന്നോന്നറിയില്ല. എന്താ സംഭവം? ഇതാണ് അഴുക്കുചാല് ഇങ്ങനെ വിട്ടേക്കണ്. എല്ലായിടത്തു നിന്നും വരുന്ന മാലിന്യങ്ങൾ തള്ളാനായിട്ടുള്ള ഒരു ഇടം. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളും ചാലക്കുടിയിലുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പൊതുജനങ്ങൾ, കാഴ്ചക്കാരല്ല, മറ്റേ റോഡിന്റെ പണിയാകുമ്പോൾ ബോർഡ് എഴുതി വെച്ചേക്കില്ലേ, കാഴ്ചക്കാരല്ല എന്ന് പറയുന്ന ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടാവുന്നത് വളരെ സമൂഹത്തിന് നല്ലതാണ്. ഈ കാന എവിടെ പോയി? ചോദ്യം അതാണ്, കാന എവിടെ പോയി? നന്ദി, നമസ്കാരം. ചാലക്കുടി പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇറിഗേഷൻ കനാൽ സ്കീം. പാടങ്ങളിലേക്ക് വെള്ളം എത്തി, കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളത്. ആ കനാലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ KSRTCയുടെ ബൗണ്ടറി എത്തുമ്പോൾ രചന ഹോട്ടലിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഈ കാണുന്ന സ്ഥലങ്ങളിൽ കനാൽ 60 അടി വീതി വരുന്ന കനാലിലൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ കനാല് കാണുന്നില്ല. ഫ്രണ്ടിലേക്ക് കനാൽ ഇതേ പോണ കനാലിൽ ഇപ്പോൾ നോക്കുമ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാനകളും അഴുക്ക് വെള്ളം കനാലിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ കനാൽ അപഹരിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങളൊക്കെ ഇവിടെ ചെറുപ്പകാലത്ത് ഓടി കളിച്ചിട്ടുള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡുള്ള കാര്യങ്ങളല്ലേ. ഈ കനാലിനെ വഴി വിട്ടിട്ട് PWD റോഡിൽ കൂടെ കൊണ്ടുപോയിരിക്കുക. ഇങ്ങനെ PWD റോഡിൽ കൂടെ ഇറിഗേഷൻ കനാൽ 60 അടി വീതിയുള്ള കനാൽ 3 അടി വീതിയുള്ള PWD കനാൽ വിടാൻ പറ്റുമോ? അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കനാൽ വെച്ച് മാറാൻ പറ്റുമോ? ഇത് പണം കൊടുത്ത് അക്യൂഷൻ ചെയ്തിട്ടുള്ള ഇറിഗേഷൻ കനാലാണത്. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് KSRTCയുടെ ബാക്കിൽ കൂടെ പ്രകൃതിയെ ഒഴുകിക്കൊണ്ടിരുന്ന ഇറിഗേഷൻ കനാലിനെ വെട്ടി മാറ്റിയിട്ട് അതിൽ കൂടെ അഴുക്ക് വെള്ളം ഇങ്ങനെ അനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. അഴുക്ക് വെള്ളം ഒഴുകി കനാലിൻ്റെ റിവേഴ്സ് പൊസിഷൻ കൂടെ KSRTC ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, പടിഞ്ഞാറ് അറ്റം വരെ കനാലിനെ വെട്ടി മാറ്റി റോഡും കയ്യേറ്റങ്ങളും അഴുക്കുവെള്ളം ഒഴുകുന്ന തോടാക്കിയിട്ട് ആ കനാലിൽ കൂടെ തന്നെ, ശുദ്ധജലം കൊണ്ട കനാലിൽ കൂടെ തന്നെ അഴുക്കുവെള്ളം റിവേഴ്സ് സൈഡിൽ കൂടെ വന്നിട്ട് പറക്കാട്ട് കോളനി കൂടെ ഒഴുകി പള്ളിത്തോട്, അങ്ങനെ ചാലക്കുടിയിലെ പ്രധാന 2 ജലസ്രോതസ്സുകളായ ഇറിഗേഷൻ കനാലും പള്ളിത്തോടും എത്ര കൊല്ലമായി ഇതിന് അഴുക്കുവെള്ളവും മലമൂത്ര വരുന്നത്. ഇപ്പോൾ നോക്കുന്ന ഹൗസിംഗ് ബോർഡിൻ്റെ കയ്യിൽ വരുന്ന കനാൽ ഉൾപ്പെടെയല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറച്ചാളുമ്പോൾ ഹോട്ടലൊക്കെ അടച്ചു പൂട്ടിയ ഹോട്ടലുകളിൽ വരുന്ന മലിനജലം ഒഴുക്കി
നാഷണൽ ഹൈവേ ഓൾഡ് NH ക്രോസ് ചെയ്ത് KSRTC കോമ്പൗണ്ടിൽ കൂടെ ഒഴുക്കി വിട്ട് ഇറിഗേഷൻ കനാലിൽ കൂടെ കടത്തി വിട്ട് വീണ്ടും പള്ളിത്തോട്ട് ഇത്രയും ഗൗരവമേറിയ വിഷയം നടന്ന് പരാതിപ്പെട്ടിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇപ്പോഴാണ് കണ്ണൂർ നിന്നൊരു ജോയിൻ ഇൻസ്പെക്ഷൻ വയ്ക്കാൻ പറ്റും. അതിലും ഒരു തുനിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതെല്ലാം നമ്മൾ അടുത്ത നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇനി പരിഹാരം സമയബന്ധിതമായിട്ട് ഈ അടുക്കള ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നതിന് പരിഹാരം കണ്ടെത്തിയെങ്കിൽ ഹൈക്കോടതി അവലംബമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു.